ഹലോ ഓൾ. അപ്പോൾ നമ്മൾ അൽക്കസർ ഷോ കഴിഞ്ഞു തിരിച്ച് ഹോട്ടലിലേക്ക് കൊണ്ടുവരുന്ന വഴിക്ക് ഈ പട്ടായ ബീച്ചിൻ്റെ സൈഡിൽ കൂടെയാണ് പോകേണ്ടതായിരുന്നത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞൊരു കാര്യം ചെയ്തു, ഇവിടെ നിർത്തിക്കോ. അപ്പോൾ ഇവിടെ രാത്രി ഇവിടെ നിന്ന് ഇനി കുറച്ച് ദൂരമേ ഉള്ളൂ നമ്മുടെ വാക്കിംഗ് സ്ട്രീറ്റിലേക്ക്. അപ്പോൾ ഇതുകൊണ്ട് ഇന്ന് കണ്ട് സാവധാനം പതുക്കെ റൂമിൽ പോയാൽ മതിയല്ലോ, വല്ല ധൃതിയൊന്നുമില്ലല്ലോ. അപ്പോൾ ക്യാബുകാരൻ്റെ അടുത്ത് വന്നിട്ട് ക്യാബ് ഇവിടെ നിർത്തിച്ചു. ഞങ്ങൾ പതുക്കെ ഈ പട്ടായ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് വാക്കിംഗ് സ്ട്രീറ്റ് കാണാം. ഇവിടെ ഈ ഫുട്പാത്തിൽ കണ്ടോ നിറച്ച് തെങ്ങുകളുണ്ട്. ഈ തെങ്ങിൻ്റെ മുകളിലേക്കൊക്കെ സ്പോട്ട് ലൈറ്റ് അടിച്ചു വെച്ചിട്ട് രാത്രി തന്നെ ഇത് കാണുമ്പോൾ പ്രത്യേക ഭംഗിയാണ് ഇവിടെ. ഇവിടെ ഈ സൈഡിൽ നിൽക്കുന്നതൊക്കെ മറ്റേ ലേഡി ബോയ്സ് ആണ്. രാത്രി സമയത്ത് ഈ സൈഡിൽ ഫുള്ള് ഇങ്ങനെയാണ്. അങ്ങ് ദൂരെ വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അവിടെ വാക്കിംഗ് സ്ട്രീറ്റ് നിന്ന് വലുതായിട്ട് എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട്. ക്യാമറയിൽ എന്തോരം ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല. അവിടേക്ക് എത്തുന്തോറും നമുക്കത് ക്ലിയർ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കാം. യെസ്, അങ്ങനെ നമ്മളിതാ വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എത്തി. ഇത് സ്ട്രീറ്റ് എന്നുള്ള ലൈറ്റൊന്നും കത്തുന്നില്ല കേട്ടോ. വാക്ക് മാത്രം മിന്നിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ അതൊക്കെ ഉള്ളിലേക്ക് കടക്കാം. ഇനി വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ ഭംഗിയോട് നമുക്ക് ആസ്വദിക്കാം. ഇവിടെ രണ്ട് സൈഡിലായിട്ട് നിറച്ച് പബ്ബ്, മസാജ് പാർലർ, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന മ്യൂസിക് ചിലപ്പോൾ എനിക്ക് സ്ട്രൈക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒറിജിനൽ മ്യൂസിക്കൊക്കെ മാക്സിമം ഞാൻ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയും വലിയ സ്പീക്കേഴ്സൊക്കെ വെച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇതേ ഒരു ഇലത്തോട്ടം കാണാനുണ്ടായിരുന്നു, തോട്ടം കഞ്ചാവേ. ഇവിടെ റൈറ്റ് സൈഡിലുണ്ട് 7 എഴുതി വെച്ചിരിക്കുന്നത്. അത് ഇവിടുത്തെ ഒരു വലിയൊരു സൂപ്പർ മാർക്കറ്റാണ്. ഇതാണ് നമ്മുടെ ഇലത്തോട്ടം. ഇവിടെ അത് ലീഗലാണ്. ഈ നേരത്തെ പറഞ്ഞത് ഈ 7 ബാർ 11 എന്ന് വന്നിട്ടാണ് ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉള്ളത്. നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അതിൻ്റെ ഉള്ളിൽ കിട്ടും. ഈവൻ ഡ്രിങ്ക്സ് വരെ കിട്ടും. പക്ഷേ ഡ്രിങ്ക്സ് സെയിൽ ചെയ്യണതിന് അവർക്ക് ടൈമിംഗ് ഉണ്ട്. ഈ 7 ബാർ 11 എന്നുള്ളത് ഓൾറെഡി കുറേ സ്ഥലത്തുണ്ട് അവരുടെ ഷോപ്പുകൾ. ഒരു വലിയ ശൃംഖലയായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്നവർക്കും ഒക്കെ ഉള്ളവർക്കും മറ്റേ റെഡി ഫുഡ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അവിടെ. മറ്റേ പെമ്പിളാരെ പന്തെറിഞ്ഞിട്ട് വെള്ളത്തേക്ക് പറഞ്ഞ കലാപരിപാടിയൊക്കെ ഉണ്ട് ഇവിടെ. ബോൾ എറിഞ്ഞിട്ട് കൊണ്ടു കഴിഞ്ഞാൽ ആ പെണ്ണുങ്ങൾ അവിടെ ഇരിക്കുന്ന വെള്ളത്തിലേക്ക് വീഴും. അപ്പോൾ ആൾക്കാർ വെച്ചാൽ അത് കളിക്കുന്നുണ്ട്. അടുത്ത കട
ഇത് ഹൈറ്റുള്ളൊരു മനുഷ്യൻ വരുന്നു. എൻ്റെ കാലിൽ വടി വെച്ചിട്ട് നടന്നുള്ള കലപരിപാടികൾ. മൂപ്പരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നത് കാണാം അതിൻ്റെ ഉള്ളിൽ കൂടെ. സ്ട്രീറ്റ് മാജിക്കാണ്. അപ്പോൾ കുറച്ചാരും ഇത് കണ്ടു നിന്നു. ഇത് കുറേ വീഡിയോസിൽ ഇയാളെ കണ്ടിട്ടുണ്ടാവും. ഇതേ അടുത്ത 7 ബാർ 11 ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇവർക്ക് ഇത്ര നടക്കുമ്പോഴേക്കും അടുത്ത ഷോപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കുറേ ഷോപ്പുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ ഇതിൽ ഞാൻ കണ്ടിട്ടുള്ള വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ പബ്ബുകളുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. കുറേ ഒരു 5-6 ഇന്ത്യൻ പബ്ബുകളുണ്ട് ഈ സെയിം വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ ഉള്ളിൽ തന്നെ. അങ്ങനെ നടന്ന് നമ്മൾ വാക്കിംഗ് സ്ട്രീറ്റിന് ഇങ്ങേ അറ്റത്തെത്തി. നമ്മൾ ആ ബീച്ചിൻ്റെ അവിടെ നിന്ന് നിൽക്കുമ്പോൾ തൊട്ടിട്ട് ഇങ്ങനെ ഈ പട്ടായ സിറ്റി എന്നുള്ള ബോർഡ് കാണുന്നതാണ്. ഇത്രയും നടന്ന് ഇവിടെ എത്തിയപ്പോഴും ഇനിയും ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു മലയുടെ മുകളിലാണ് ഇത് വെച്ചിരിക്കുന്നത്.
അവിടെ ലൈറ്റ് ഇങ്ങനെ മിന്നുന്നതൊക്കെ കുഞ്ഞു കുഞ്ഞു ബോട്ടുകളൊക്കെ ആട്ടോ. ഇതിൻ്റെ അപ്പുറത്ത് നമുക്ക് ഈ സിറ്റി കാണാം. കുറേ ബോട്ടുകൾ, ക്ലബ്ബുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ബോട്ടിൻ്റെ ഉള്ളിൽ. ഈ കാണുന്നതൊക്കെ ക്ലബ്ബാന്ന് തോന്നുന്നു കണ്ടിട്ട്. രാത്രിയുടെ ഭംഗിയിൽ പട്ടായ സിറ്റി. ക്യാമറ സൂം ചെയ്യുമ്പോൾ എത്ര ക്ലിയർ ആവുമെന്ന് എനിക്ക് കിട്ടുന്നില്ല. നൈറ്റ് മോഡിൽ എടുത്തിട്ടുള്ള 2-3 ഫോട്ടോസാണിത്. നമ്മൾ ഈ ബീച്ച് വന്നിട്ട് ഒരു സി ഷേപ്പിലാണ്. അപ്പം അങ്ങേറ്റത്ത് നമുക്ക് കാണണം പട്ടായ സിറ്റിയും ഇവിടുത്തെ ബോട്ടുകളൊക്കെ ഇതിൽ കാണണം. അപ്പം ഞാൻ 2-3 ഫോട്ടോസിൽ ഇൻക്ലൂഡ് ചെയ്താണ്, ജസ്റ്റ് ഒന്ന് ആ ഭംഗി ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. ഒരു 3D സ്ക്രീൻ ഉണ്ട്, അത് കാണാൻ കുറച്ച് രസമുണ്ട്. നമ്മളിവിടെ എത്തിപ്പിക്കും ഒരെണ്ണം കഴിഞ്ഞു. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഫുള്ള് വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ട് ഇവിടെ നിൽക്കുകയാണ്. അതേ വരുന്നു. അപ്പം ഇതിങ്ങനെ കുറച്ച് നേരം നമുക്ക് കണ്ടു നോക്കാം ഇങ്ങനെയുണ്ടെന്ന്. സംഭവം കൊള്ളായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു നമ്മളിത് വീണ്ടും നടക്കുകയാണ്. തിരിച്ച് അങ്ങേറ്റത്തോട്ട് നമുക്ക് പോകാം. വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ വീഡിയോ ഇടുമ്പോൾ വാക്കിംഗ് സ്ട്രീറ്റിൽ ഞാൻ വാക്ക് ചെയ്യണതില്ലെങ്കിൽ മോശമല്ലേ. അപ്പോൾ കുറച്ച് ഞാൻ നടക്കുന്ന വീഡിയോസ് വേണ്ടി അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഞാൻ വാക്കിംഗ് സ്ട്രീറ്റിലൂടെ
നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള പരിപാടിയുടെ ബാക്കി. അതേ പോയി വീണ് വെള്ളത്തിലേക്ക്. നേരത്തെ പറഞ്ഞിലത്തെ ഒരു ഇന്ത്യൻ പബ്ബാണ് ജന്നത്ത് ക്ലബ്ബ്. ഇങ്ങനെ ഇവിടെ കുറേ ഉണ്ട്. നമ്മൾ ഇന്ത്യക്കാരെ കാണുമ്പോൾ അതവന്മാർ വന്നിട്ട് വിളിക്കൽ ഇത്തിരി കൂടുതലാണ്. ബാക്കിയുള്ളവർക്ക് നമ്മൾ വിളിക്കൽ കുറച്ച് കുറവാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യക്കാർ ഇവിടെ വന്നിട്ടുള്ള കുരുത്തല്ലായ്മ കൊണ്ടായിരിക്കണം. കാരണം അവർക്ക് നമ്മുടെയൊക്കെ ഒരുവിധ സ്വഭാവങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പം അങ്ങനെ വാക്കിംഗ് സ്ട്രീറ്റിൽ എൻ്റെ നടത്തം കഴിഞ്ഞു. ഇനിയിപ്പോൾ ബ്രോ കുറച്ച് നേരം നടക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവൻ്റെ വീഡിയോ എടുത്ത് പിന്നെ കൂടെ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. രണ്ട് സൈഡും എന്താ പറയുക, ഭയങ്കര ലൗഡ് മ്യൂസിക് കേട്ടോ, ഒരു രക്ഷയില്ല. ശരിക്ക് ഈ യൂട്യൂബിൽ ഈ പോളിസിയിൽ നമ്മൾ പാട്ടിടുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ശരിക്കും മനസ്സിലായാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെ നമ്മൾ ഒരു ഫുൾ റൗണ്ട് വാക്കിംഗ് സ്ട്രീറ്റ് അപ്പ് ആൻഡ് ഡൗൺ കഴിയാൻ പോവാണ്. അറ്റത്ത് വീണ്ടും മറ്റേ ബോർഡ് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി നടക്കുന്നതോട് കൂടിയിട്ട് വാക്കിംഗ് സ്ട്രീറ്റ് തീരും. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ലഞ്ച് കഴിച്ച സെയിം ഹോട്ടലിൽ തന്നെ കയറി. ഹോട്ടലല്ല, ഒരു കുഞ്ഞ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ അവിടെ നമ്മൾ ഫുഡ്, രാത്രിക്കുള്ള ഡിന്നർ കഴിക്കുകയാണ്. ഇതാണ് ഇന്നത്തെ ഡിന്നർ. നൂഡിൽസിൻ്റെ 2 വെറൈറ്റി, ഇതിൽ നീരാളിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ സാധനം മേടിച്ചു. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഡിന്നർ.
ഡിന്നറിൻ്റെ കൂടെ ഞങ്ങൾ ചെമ്മീൻ്റെ മുകളിൽ ബീഫ് റോൾ ചെയ്തിട്ടുള്ള ഒരു സാധനം അവിടുന്ന് പാഴ്സൽ മേടിച്ചു. പിന്നെ വനയ്ക്ക് 7-Eleven കയറിയിട്ട് ചെറുതായിട്ട് ഈ കാണുന്ന സാധനം മേടിച്ചു. ഞങ്ങൾ ഹോട്ടലിലെത്തി. അപ്പോൾ അതൊക്കെ ഒന്ന് റീഫ്രഷ് ചെയ്തിട്ട് ഉറങ്ങാൻ പോവാണ്. അപ്പോൾ നാളത്തെ വിശേഷങ്ങളായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണാം. അപ്പോൾ ബൈ.